ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ടയുടെ ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ട്, കാരണം വണ്ടി മൈലേജ് കംപ്ലയിൻറ്റും പറഞ്ഞിട്ടുണ്ട്, മൈലേജ് ഷോർട്ട് ഉണ്ടെന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡൊക്കെ അഴിച്ചു. എയർ ഫിൽട്ടർ നമ്മൾ നോക്കുന്ന സമയത്തുണ്ടല്ലോ ഇതുമേ കിടക്കുന്നത് പക്ക ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഈ ഫിൽറ്ററിൻ്റെ പ്രത്യേകത വെച്ചാൽ ജെനുവിൻ പാർട്സ് കമ്പനി ആയിട്ട് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടി കയറി ബ്ലോക്കായി പോകുന്ന ഒരു സിറ്റുവേഷൻ വരും. ഇത് ശരിക്കും പറഞ്ഞാൽ പക്ക ലോക്കലായിട്ടാണത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഈ എയർ ഫിൽട്ടർ മാറ്റിയിടാം. അതേപോലെ തന്നെ എയർ ഫിൽട്ടർ മാറ്റുന്ന കൂട്ടത്തിൽ കൂടെ തന്നെ മൈലേജുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പ്ലഗും കൂടി നമുക്ക് മാറ്റേണ്ടതാണ്. എയർ ഫിൽട്ടർ പ്ലഗും കൂടിയാണ് നമുക്ക് മാറ്റേണ്ടത്. കൂട്ടത്തിൽ കൂടെ നമ്മൾ കാർബറേറ്ററും കൂടി ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. കാരണം മൈലേജ് ഷോട്ട് നമുക്ക് ഓൾറെഡി നമുക്ക് അതിൻ്റെ പ്ലഗിൻ്റെ ഭാഗം അഴിക്കുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് ഫീൽ ആവുന്നുണ്ട്. അപ്പോൾ എയർ ഫിൽട്ടറും പ്ലഗും കൂടി മാറ്റുന്ന കൂട്ടത്തിൽ തന്നെ കാർബറേറ്റർ നമുക്ക് ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം അഴുക്കുണ്ട്. അപ്പോൾ അതൊക്കെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാൻ നമുക്ക് റീസെറ്റ് ചെയ്യാം. അപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി കാർബറേറ്റർ അഴിക്കുന്ന സമയത്ത് നമുക്ക് ഈ സ്ലോ ജെറ്റൊക്കെ ഫുള്ള് ബ്ലോക്കാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ക്ലീൻ ക്ലീനർ ഉപയോഗിച്ചാൽ വേണം നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനകത്ത് ഈ സ്ലോ ജെറ്റിൻ്റെ ഈ ഭാഗത്തൊക്കെ ഉണ്ടോ ചെറിയൊരു പൊടി പോലെ പൗഡർ കണക്കെ ഒരു വെള്ളപ്പൊടി പോലെ പിടിച്ചിരിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ പെട്രോളിൽ വരുന്ന കെമിക്കലിൻ്റെ റിയാക്ഷനാണ്. ഇപ്പോഴത്തെ പെട്രോൾ അറിയാലോ, ശരിക്കും E20 പെട്രോളാണ്. 20% എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് അപ്പോൾ നിലവിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു റിയാക്ഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ് പ്രോബ്ലമാണ് ഇതിനകത്ത് ഈ ജെറ്റൊക്കെ ബ്ലോക്കായി പോകുന്ന പ്രശ്നം. അതേപോലെ തന്നെ കാർബറേറ്ററിന് സംഭവിക്കാറുള്ള 2 കേസുകളാണ്. ഒന്ന് ഓവർഫ്ലോൻ്റെ പ്രശ്നം കാണിക്കും. പെട്രോൾ നമ്മൾ നിർത്തി ഇങ്ങനെ വെറുതെ വെച്ചാലും പെട്രോൾ ഓവർഫ്ലോ ആയിട്ട് പോകുന്ന ഒരു കംപ്ലയിൻറ്റ് വരും. അതും നമുക്ക് ഈ കാർബറേറ്ററിൻ്റെ പെട്രോളിൻ്റെ റിയാക്ഷനുമായി ബന്ധപ്പെട്ട് വന്നതാണ്. കാരണം ഇത് ഈ കാർബറേറ്റർ ബോഡി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അലുമിനിയത്തിൻ്റെ ബോഡിയാണ് ശരിക്കും വരാം. അപ്പോൾ അതും ശരിക്കും പറഞ്ഞാൽ എത്തനോളിന് വാട്ടർ കണ്ടൻറ്റ് ഫോം ചെയ്യാനായിട്ടുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഇരുന്നാലും തണുപ്പുള്ള സമയത്തായാലും വാട്ടർ കണ്ടൻറ്റ് വരും ഇതിനകത്ത് കാർബറേറ്ററിനകത്ത്. ഒരു ചെറിയ അളവിലും ഉണ്ടാവും. അതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷനുമായി ബന്ധപ്പെട്ട് വന്ന പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് അത്രയും ഭാഗം ക്ലിയർ ചെയ്യാം. അപ്പോൾ ശരിക്കും മൈലേജുമായി ബന്ധപ്പെട്ട് അത് ക്ലിയർ ആയിക്കോളും. ഒരുവിധം നമുക്ക് പുറമേ നിന്ന് ചെയ്യാവുന്നത്രയാണ് അത്രയും നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാം. കാർബറേറ്റർ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക, സ്ലോ ജെറ്റ് മാറ്റി റീസെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റിയിടാം. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്നത് ഒരു ഫോം ടൈപ്പ് സ്പോഞ്ച് പോലത്തെ, അത് മൊത്തം പൊടിഞ്ഞ് ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വന്നാണ് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരണം. പിന്നെ അത് കൂടാണ്ട് നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം CVT ക്ലച്ചാണ്. ക്ലച്ച് യൂണിറ്റ് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. ഗ്രീസിങ് ആവശ്യമായിട്ട് ഗ്രീസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ച് അഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബെൻഡെക്സൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വർക്കിംഗ് ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അതടങ്ങുന്ന യൂണിറ്റാണത്. അത് നോക്കുമ്പോൾ നമുക്ക് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ. പിന്നെ ക്ലച്ച് ഔട്ടർ യൂണിറ്റ് നല്ല വേറെ പ്രോബ്ലം ഒന്നുമില്ല. നമുക്ക് ശരിക്കൊന്ന് സ്മൂത്ത് വാട്ടർ പേപ്പർ ഇട്ടൊന്ന് പിടിച്ച് ക്ലീൻ ആക്കിയാൽ റീസെറ്റ് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ ക്ലച്ച് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ക്ലച്ച് വെയിറ്റ് അടക്കം വരുന്ന യൂണിറ്റാണ്. അതിൻ്റെ പെർഫോമൻസും വർക്കിങ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല, കറക്റ്റായിട്ട് വികസിക്കണൊക്കെ ഉണ്ട്, കറക്റ്റാണ്, പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്ക്, നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്കും കൂടി അഴിക്കും. ഇപ്പോൾ ഞാൻ ഫ്രണ്ട് അഴിച്ച് നിർത്തിയിട്ടാണ്. അതിന് ശേഷം നമ്മൾ ബാക്ക് കൂടി അഴിച്ച് ഫുള്ള് ക്ലീൻ ചെയ്ത് ക്യാമൊക്കെ ഗ്രീസ് ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുള്ളൂ. ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ ഏറെക്കുറെ ഒരു 80% കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഓടിക്കുക, കാരണം വണ്ടി പാളിച്ചൊക്കെ കാണിക്കാൻ സാധ്യത കൂടുതലാണ്. പിന്നെ സാധാരണയിലേക്ക് കഴിഞ്ഞ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു നനവ് കണ്ടോ, അതൊരു ഓയിലിൻ്റേതായിട്ടുള്ള ചെറിയൊരു പ്രസൻസ് ഇവിടെ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഗിയർ ഓയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓയിൽ സീലിൻ്റെ ഒരു ആരംഭ ലക്ഷണമാണ്. ഓയിൽ സീൽ ലീക്ക് ആവണതിൻ്റെ ഒരു ആരംഭമായിട്ട് നമുക്ക് ഇതിനകത്ത് കാണാം. പക്ഷേ നമ്മൾ വീല് നോക്കുമ്പോൾ അതിൻ്റെ ബെയറിങ്ങിനൊന്നും വേറെ പ്രത്യക്ഷത്തിൽ പ്രശ്നമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് വാട്ടർ സർവീസൊക്കെ ചെയ്താൽ അതിന് ശേഷം നോക്കാം. വീണ്ടും കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം അത് അഴിച്ചാൽ മതി. ഏകദേശം നമുക്ക് ഗിയർ ബോക്സ് അഴിച്ച് ക്ലിയർ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു 900-950 നമുക്ക് അതിന് മാത്രം കോസ്റ്റ് വരുന്നുണ്ട്. ലേബർ ചാർജ് അടക്കട്ടോ, അതായത് ഗിയർ ബോക്സിൻ്റെ ബെയറിങ്, ഗ്യാസ്കറ്റ് എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് ഏകദേശം അത്രയും കോസ്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കത് അഴിക്കണമെന്നില്ല, നെക്സ്റ്റ് സർവീസിലോ അല്ലെങ്കിൽ കൂടുതലായിട്ട് കംപ്ലീറ്റ് കാണിക്കുന്ന സമയത്തോ നമുക്കത് അഴിച്ചാൽ മതി. പിന്നെ അതേപോലെ തന്നെ നമുക്കതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഹെഡിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ഓയിൽ ലീക്ക് ഉണ്ട്, ആ ഗ്യാസ്കറ്റിൻ്റെയാണ്. അതൊന്ന് കൈയോടെ അഴിച്ചാൽ ഗ്യാസ്കറ്റ് മാറ്റാം, നമുക്ക് മൗണ്ട് റബ്ബർ മാറ്റി റീസെറ്റ് ആക്കാം. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് സ്കൂട്ടർ മോഡലിൽ പെട്രോൾ ടാപ്പ് ശരിക്കും പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് പെട്രോൾ കാർബറേറ്ററിലേക്ക് ഫ്യൂൽ സപ്ലൈ വരാൻ പാടുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ നോക്കിയൊക്കെ നമ്മൾ കാർബറേറ്റർ കഴിച്ച് ചെറിയ സ്റ്റാർട്ടിങ് അല്ലാത്ത സമയത്തും പെട്രോൾ വെറുതെ വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അങ്ങനെ വരാൻ പാടില്ല ശരിക്കും. കാരണം അതിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന യൂണിറ്റാണ്, പെട്രോൾ ടാപ്പ് ഫ്യൂൽ കോക്ക് എന്ന് പറയും. ആ ഐറ്റം മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ബൈ ചാൻസ് എപ്പോഴെങ്കിലും പെട്രോൾ ഓവർഫ്ലോ വരികയോ അല്ലെങ്കിൽ പെട്രോളിൻ്റെ പൈപ്പ് പൊട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ പെട്രോൾ നമുക്ക് ടാങ്കിൽ പെട്രോൾ എംറ്റി തീരണ വരെ ഫുള്ള് പെട്രോൾ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് കൈയോടെ നമുക്ക് മാറ്റിയിടാതെ നമ്മുടെ സേഫ്റ്റിയുടെയും കൂടി ഭാഗമാണ്, അതൊന്ന് മാറ്റിയിട്ടേക്കാം.
പിന്നെ ശരിക്കും എഞ്ചിൻ റൂമിൻ്റെ ഉള്ളൊക്കെ നോക്കുമ്പോൾ നല്ല രീതിയിൽ അഴുക്കുണ്ട്, ഫുള്ള് ചെളിയാണ് അതിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സമയമില്ലാത്തൊരു ഇതായിപ്പോയി, ടൈമില്ലാത്തൊരു കണ്ടീഷനായിപ്പോയി. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് നമ്മൾ നീറ്റായിട്ട് വാട്ടർ സർവീസ് ചെയ്ത് നമുക്കിത് ഈ എൻ്റെ ജോയിൻ്റൊക്കെ വന്ന ഭാഗം ഉണ്ടല്ലോ, ഇവിടെയൊക്കെ തുരുമ്പുണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ചെളി പിടിച്ചിട്ട് നമുക്കറിയില്ല. വാഷിങ്ങൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ നമുക്ക് ആ കൂട്ടത്തിൽ കൂടെ അത് ക്ലിയർ ചെയ്ത് പെയിൻ്റൊക്കെ ടച്ച് ചെയ്ത് പോകാറുണ്ട്. അത് പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് ചെയ്യാം. കാരണം എന്തെങ്കിലും നമുക്ക് ടൈമില്ലാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി, അതുകൊണ്ടാണ് സംഭവിച്ചാണ്. അല്ലെങ്കിൽ നമുക്ക് ആ കൂട്ടത്തിൽ അതുകൊണ്ട് ക്ലിയർ ചെയ്ത് പോകേണ്ടതാണ്. പിന്നെ നമുക്ക് ചില സമയങ്ങളിൽ ലെഫ്റ്റ് സൈഡ് ബ്രേക്ക് പിടിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല, അത് ബ്രേക്ക് സ്വിച്ചിൻ്റെയാണ്. അപ്പോൾ ആ സ്വിച്ച് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. പിന്നെ ഈ ലിവറിൻ്റെ യോക്ക് ഇവിടെ കണ്ണാടി പിടിപ്പിക്കുന്ന ഭാഗം മൊത്തത്തിൽ ലൂസാണ്, അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ക്ലാമ്പിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം. പിന്നെയുള്ളത് നമുക്ക് ബ്രേക്കുമായി റിലേറ്റഡ് ആയിട്ടൊന്നും കംപ്ലൈൻറ്റ്. ബ്രേക്ക് തീരെ കുറവാണ്. അതിനകത്ത് മെയിനായിട്ടുള്ള പ്രശ്നം വെച്ചാൽ ഫ്രണ്ടിലേക്ക് വരുന്ന ഈ 2 ബ്രേക്കിൻ്റെ കേബിളുകൾ ഔട്ടർ വലിഞ്ഞേണ്ട സിറ്റുവേഷനിലാണ്. അപ്പോൾ ഈ ബ്രേക്ക് കേബിൾ അണ്ടറൊന്ന് മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യണം. ബാക്കിലേക്ക് പോകുന്ന കേബിൾ കുഴപ്പമില്ല, ഫ്രണ്ടിലെ ഈ 2 കേബിളുകളും പ്രശ്നക്കാരനാണ്. കാരണം ബ്രേക്ക് ഔട്ടർ വലിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക് പിടിച്ചാലും നിൽക്കാത്തൊരു കണ്ടീഷനിലേക്ക് നിൽക്കുന്നത്. അപ്പോൾ രണ്ടൊന്ന് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ലൈനർ നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് ലൈനർ ക്ലീൻ ചെയ്യുക, റീസെറ്റ് ചെയ്യാം, വേറെ കുഴപ്പമില്ല. ഫ്രണ്ടിലത്തെ ടയറും അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ ഫ്രണ്ടിൽ വരുന്ന ഈ കുഷൻ, ഈ ഷോക്കിൻ്റെ ആ ബുഷ് ഉണ്ടല്ലോ, അതൊന്ന് ചേഞ്ച് ചെയ്ത് തരണം. കാരണം ഞാൻ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓവലായി പോയിട്ടുണ്ട്. നമ്മൾ ഈ ഗട്ടറൊക്കെ ചാടുമ്പോൾ ഡയറക്റ്റ് അടി വന്നാൽ അത് മേയ്ക്കണം. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം. ലിങ്ക് ബുഷുകളൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്താൽ മതി, വേറെ പ്രശ്നമില്ല. ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററി കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. 2023 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കണേ. 12 വോൾട്ട് 4 ആമ്പിയറുള്ള ബാറ്ററിയാണ്. അപ്പോൾ ഞാൻ അതുകൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 13 വോൾട്ട് വരെ കിട്ടുന്നുണ്ട് നമുക്ക് കേട്ടോ. അത്യാവശ്യം നല്ല വോൾട്ട് ഉണ്ട്. ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ കറക്റ്റ് സ്റ്റാറ്റസ് ഇവിടെ കാണിക്കും. അപ്പോൾ നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അത്യാവശ്യം വോൾട്ടും ഉണ്ട്, ആമ്പിയറും പറ്റിയാണ്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കത് വേറെ ബാറ്ററിക്ക് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ നമുക്കത് ഈ കീ ഹോളിൻ്റെ ഇതിവിടെ കീ ഹോളിൻ്റെ ഇവിടുത്തെ റബ്ബർ ചാടി പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തിട്ടേക്കാം. അതൊരു അപാകതയാണ്, കാണുമ്പോൾ നമുക്കൊരു സുഖമില്ലായ്മ. അപ്പോൾ അതും കൂടി ഒന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം കേട്ടോ. പിന്നെ ഉള്ളത് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഓയിൽ ഏകദേശം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിലും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ അത്യാവശ്യം ഈ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി, അതായത് എഞ്ചിൻ ഓയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്, സെക്കൻഡറി ഫിൽറ്റർ പൊടിഞ്ഞു പോയേക്കാണ്, അത് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്, എയർ ഫിൽറ്ററും പ്ലഗും മാറ്റുന്നുണ്ട്. അതേപോലെ തന്നെ കാർബറേറ്റർ ക്ലീൻ ചെയ്തിട്ട് സ്ലോജറ്റ് മാറ്റുന്നുണ്ട്. അപ്പോൾ കാർബറേറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ക്ലീനർ സ്പ്രേ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അത് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഹെഡിനകത്ത് വരുന്ന ഗ്യാസ്കറ്റും അതിൻ്റെ ഈ റബ്ബറും കൂടി മാറ്റിയെടുത്ത് ലീക്കേജ് ആരംഭമാണ്. അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്യണം. പെട്രോളിൻ്റെ ടാപ്പിൻ്റെ കംപ്ലയിൻറ്റ് ഞാൻ പറഞ്ഞിരുന്നു, അത് പെട്രോൾ ഫുൾ ടൈം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും നമ്മുടെ ഒരു സേഫ്റ്റിയുടെ ഭാഗം കൂടിയാണ്. അപ്പോൾ അതും കൂടി നമുക്ക് മാറ്റിയിടാം. പിന്നെ അത് കൂടാതെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ കുഷൻ റബ്ബറുകൾ നമുക്ക് മാറ്റാനുണ്ട്, അതായത് ബുഷുകൾ. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ചേഞ്ച് ചെയ്തിടാനുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള വർക്കുകൾ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇത്രയും ഭാഗം ഉൾപ്പെടുത്തിയിട്ട് ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി, ബെൽറ്റ് നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല, പൊട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ ശരിക്കും പറഞ്ഞാൽ പവർ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഹോണ്ടയുടെ തന്നെ സപ്ലൈ ചെയ്യുന്ന ടീമാണ്. പക്ക നല്ല അടിപൊളി ബെൽറ്റാണ്. നിലവിൽ വേറെ പ്രശ്നം ഇതുവരെ മാറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ അത്യാവശ്യം ഉപയോഗിക്കാം. ഇപ്പോൾ തന്നെ ബെൽറ്റുകൾക്ക് ആ ഒരു ക്വാളിറ്റി കിട്ടുന്നില്ല. ഏകദേശം നമുക്കൊരു 20,000 തുടങ്ങി 25,000 കിലോമീറ്ററൊക്കെ ആകുമ്പോഴത്തേക്കും മാറ്റേണ്ടി വരാറുണ്ട്. ഇത് പഴയ മോഡലാണ്, പവർ ലിങ്കാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ലൈഫ് കിട്ടും. അപ്പോൾ ബാക്കിയത്തെ ഈ പറഞ്ഞ ഐറ്റം നമുക്ക് ഉൾപ്പെടുത്താം. അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്യാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ വർക്ക് ഒരുപാട് ഡിലേ ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരമാവധി നേരത്തെ തന്നെ ചെയ്യാനായിട്ട് നോക്കട്ടോ. അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.